പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തിരക്കേറിയ ഈ ജീവിതത്തിൽ അല്പസമയം വേറിട്ട് വന്ന് ആശ്വസിപ്പാൻ നമ്മളെ ക്ഷണിക്കുന്ന ഒരു നല്ല കർത്താവിൻ്റെ മക്കളായിരിക്കാൻ ഒക്കെ ദൈവം നമ്മെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമുക്ക് എപ്പോഴും റെസ്റ്റ് തരുന്ന ഒരു ദൈവമുണ്ട്. കുഞ്ഞെ, നീ ടയേർഡാണോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശു കർത്താവ് റെസ്റ്റ് ചെയ്യണമെന്ന്, നാം റെസ്റ്റ് ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ അവൻ തൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായാൽ അവയെ ശാസിച്ചു തുടങ്ങി. കോരസിനെ നിനക്ക് ഹാകഷ്ടം, ബേത്സേദെ നിനക്ക് ഹാകഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നീയോ കഫർന്നഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കാമോ? നീ പാതാളം വരെ താണുപോകും. നിന്നിൽ തന്നെ നിങ്ങൾ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിൽ നടന്നിരുന്നെങ്കിൽ അത് ഇന്ന് വരെ നിൽക്കുമായിരുന്നു. സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്ന് വരെ നിൽക്കുമായിരുന്നു. കേട്ടോ ദൈവമക്കളെ, ശ്രദ്ധിക്കണമേ. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോദോമ്യരുടെ നാട്ടിന് സഹിക്കാവതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, നമ്മൾ പ്രായം ചെല്ലും തോറും, നാം ബിസിയാകും തോറും നമ്മൾ കൂടുതൽ ടയേർഡാകും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. പലപ്പോഴും ജോലി, കുടുംബം, ചേർച്ച്, തന്നെയുമല്ല ടു ഡു ലിസ്റ്റിൽ കാണുന്ന പല കാര്യങ്ങളെല്ലാം കൂടെ ചെയ്തെടുത്ത് വരുമ്പോൾ നാം ക്ഷീണിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം നാം ലോകത്തിലുള്ളതൊന്നും എൻജോയ് ചെയ്യുന്ന ഇല്ല എന്നല്ല. പലപ്പോഴും ജസ്റ്റ് എ ലോട്ട് വിൽ കം ടു അസ് ടു ഹാൻഡിൽ. മത്തായി 11-ാം അധ്യായം നമ്മളത് വായിക്കുമ്പോൾ, അനേക പാസേജസ് നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മളെ ടച്ച് ചെയ്യും. പക്ഷെങ്കിൽ ചിലത് വായിക്കുമ്പോൾ ഒരു റിലാക്സ്ഡ് ഫീലിംഗ് നമുക്ക് വരത്തില്ല. യേശു കർത്താവ് നമ്മളോട് പറയുന്നത് അവൻ്റെ മുഖം നാം എടുക്കണമെന്ന്. അത് മൃദുവ, അത് ലഘുവ. പ്രൈസ് ഗോഡ്. നമ്മൾ ഓൾറെഡി വേണ്ടാത്തതൊക്കെ ചുമന്ന് വെച്ച് നമ്മുടെ ലോഡ് ഒന്നുകൂടെ ഹെവി ആക്കരുത്. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മൾ യോക്ക് എടുക്കുന്നവരാണെങ്കിലും നമ്മൾ റെസ്റ്റും എടുക്കുന്നവരായിരിക്കണം. അത് വളരെ പ്രധാനമുള്ളതാണ്. കാരണം ശത്രുവായ പിശാചിന് എക്സോഷനാണ് ഇഷ്ടം. എങ്ങനെയും നമ്മുടെ ശരീരത്തിൽ കയറി നമ്മളെ ക്ഷീണിപ്പിച്ച് മടുപ്പിച്ചിടുവാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവൻ തപ്പിക്കൊണ്ട് നടക്കുക. നമ്മൾ ടയേർഡാകുമ്പോൾ നമ്മൾ കടന്നു കൊഴി നമ്മുടെ റെസ്പോൺസിബിലിറ്റീസുമായിട്ട്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമാകുന്ന പല കാര്യങ്ങളും നമുക്ക് പ്രിപ്പയർ ചെയ്യുവാൻ പറ്റാതെ പോകും. അതുകൊണ്ട് നമുക്ക് ക്ഷീണവും വരുന്നത്, മനസ്സപ്പം അങ്ങ് ക്ഷീണിക്കും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു പെർസ്യൂ റെസ്റ്റ്. നാം റെസ്റ്റ് ചെയ്യണം. റെസ്റ്റിൻ്റെ ഫൗണ്ടേഷനുമായിട്ട് തന്നെ നമ്മുടെ ജീവിതം ഓരോ ദിവസവും നാം മുന്നോട്ട് കൊണ്ടുപോകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ,
മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 20 തൊട്ട് അനേക കാര്യങ്ങൾ ദൈവം പറയുന്നുണ്ട്. അതായത് അൺബിലീവിങ് സിറ്റീസിനെ യേശു കർത്താവ് ക്രിട്ടിസൈസ് ചെയ്യുക, വിശ്വാസമില്ലാത്ത പട്ടണങ്ങളെ. ഹല്ലേലൂയ. ജ്യൂസ് ഉണ്ട്, ഫാരിസീസ് ഉണ്ട്, അവരുടെയൊക്കെ ജീവിതത്തെ ദൈവം ക്രിട്ടിസൈസ് ചെയ്യുന്നു. അതിനുശേഷം 25-ാം വാക്യം തൊട്ട് നമ്മൾ നോക്കിയാൽ, ഞാൻ വായിക്കുന്നില്ല, യേശു കർത്താവ് വിശ്വസിക്കുന്ന തൻ്റെ ശിഷ്യന്മാരോട് നന്ദിയുള്ളവനായിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാം. അവരുടെ ബിലീഫ്, അവരുടെ വിശ്വാസമുള്ള ജീവിതവും മറ്റവരുടെ അവിശ്വാസമുള്ള ജീവിതവും തമ്മിൽ യേശു കർത്താവ് പറയുകയാണ്. എന്തു മനസ്സിലായി ഇതിൽ നിന്ന്? ദൈവസന്നിധിയിൽ നാം റെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമെന്നല്ലേ? പല വ്യത്യസ്തമായിട്ടുള്ള വിധത്തിലായിരിക്കും പല വ്യത്യസ്തരായിട്ടുള്ള ആളുകളും റെസ്റ്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത്. റെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കുക. പക്ഷേ ചിലരെപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാലും ആ വേഷങ്ങൾ മാറുന്നതിന് മുമ്പ് തന്നെ സഹോദരിമാർ ചിലർ, എനിക്കറിയാം, അവർ ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കേണ്ടത്, വൈകിട്ടാണെങ്കിൽ അടിയുന്നത് കഴിക്കേണ്ടതിന് അങ്ങ് പോകും. ഇരിക്കും, ടെക്സ്റ്റ് ചെയ്യാനുള്ളവരെയൊക്കെ ടെക്സ്റ്റ് ചെയ്യും. ചിലരാണെങ്കിൽ പോയി അങ്ങ് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യും, ചിലർ ടെലിവിഷൻ വാച്ച് ചെയ്യും. ടു നോട്ട് ബി ബിസി ഈസ് ഇൻ ദെയർ ഐസ് ടു ബി ലേസി. അത് അവരുടെ കണ്ണിൽ ഒന്നും ചെയ്ത് അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ബിസിയായിട്ട് പോകുന്നതല്ല അവർക്ക് പ്രാധാന്യം. എന്നാൽ അവർ വിചാരിക്കും, ബിസിയായിട്ട് ഞാൻ തീർന്നില്ലെങ്കിൽ ഞാൻ ലേസിയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കും. തന്നെത്താൻ മനസ്സിലും തോന്നും, അങ്ങനെ പോയാൽ ഞാൻ ലേസിയായിട്ടുള്ളൊരു വ്യക്തിയായി പോകുമെന്ന്. ദൈവമക്കളെ, കമ്പ്യൂട്ടർ കൊണ്ടോ ഫോൺ കൊണ്ടോ ഒക്കെ സോഫായെ കയറിയിരിക്കുക, അല്ലെങ്കിൽ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. അതൊന്നും നിങ്ങളെ സ്ട്രഗിൾസിൽ നിന്ന് ഫ്രീ ആക്കത്തില്ല. ജെന്യുവിൻ റെസ്റ്റ് വേണമെങ്കിൽ കർത്താവിൽ സമാധാനം കണ്ടെത്തിയ ഒരു ഹൃദയവുമായിട്ട് സ്ട്രഗിൾസിനെയും പ്രോബ്ലത്തിനെയും നോക്കുവാനല്ല, ജീവിതത്തിൽ നിന്ന് റഷ് ഒന്ന് മാറ്റിവെക്കണം. എന്തെല്ലാം കാര്യം പ്രൊഡക്റ്റീവായിട്ടുള്ളത് നമുക്ക് ചെയ്യാനുണ്ട്. റെസ്റ്റിന് ശേഷം അത് ചെയ്യുവാൻ തുടങ്ങിയാൽ റിയലി അത് പ്രൊഡക്റ്റീവായിട്ട് തന്നെ നമുക്ക് തീർക്കുവാൻ കഴിയും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ലെസ് റഷ് ആൻഡ് മോർ ഷെഡ്യൂൾ. ലെസ് വർക്ക് ആൻഡ് മോർ ഷെഡ്യൂൾ. പറ്റുമോ? നമ്മുടെ ഷെഡ്യൂളിനെ പറ്റി തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്തെഴുന്നേറ്റാൽ നമുക്കൊരു വൈഡർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. പ്രൈസ് ഗോഡ്. ഒന്ന് സ്ലോ ഡൗൺ ചെയ്താൽ ജീവിതത്തിലെ കുഞ്ഞെ നിനക്ക് കൂടുതൽ കാര്യം അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. ഒരു കാര്യം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച ഞാൻ നിങ്ങളോട് പറയട്ടെ. റഷ് ഈസ് ഓഫൺ ക്ലോസ്ലി കണക്റ്റഡ് ടു വറി. ബഹളം വെച്ച് റഷ് ചെയ്ത് ചെയ്യുന്ന വ്യക്തിയോട് ചോദിച്ചാൽ എപ്പോഴും ചില കാര്യങ്ങളോർത്ത് വറി ചെയ്യുന്നവരായിരിക്കും. അയ്യോ, ഒന്നും ചെയ്തില്ലല്ലോ, ഒന്നും ചെയ്ത് തീർത്തില്ലല്ലോ, അയ്യോ ഇനിയും ചെയ്യാൻ കിടക്കുന്നല്ലോ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു ചിന്തയാണ്. അത് യേശു കർത്താവിന് അറിയാവുന്നതുകൊണ്ടാണ്. നമുക്കറിയാമല്ലോ, ഞാൻ അല്ലെങ്കിൽ വിശ്വാസത്തിലോട്ട് കടന്നു വരുന്നവരോടൊക്കെ എപ്പോഴും പറയും, ഇടയ്ക്കിടയ്ക്ക് മത്തായി 5, 6, 7 വായിക്കണമെന്ന്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി എന്ന് പറയുന്നുണ്ട്. കുഞ്ഞെ, നിൻ്റെ സമയത്തിന് വേണ്ടി ദൈവത്തോട് നീ സഹായം ചോദിക്കുക.
അത് നല്ലതായിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ സഹായിക്കണേ എന്ന് ദൈവത്തോട് പറ. നീ എന്നിട്ട് നല്ലവണ്ണം റെസ്റ്റ് ചെയ്യുക. ജോലി ചെയ്യുമ്പോൾ നീ നല്ലതായിട്ട് ജോലിയും ചെയ്യുക. ഹീ ഡിലൈറ്റ്സ് ഇൻ ഹെൽപ്പിംഗ് ഹിസ് ചിൽഡ്രൻ. അവൻ്റെ മക്കളാണ് നമ്മളെ സഹായിക്കുന്നതിൽ എൻ്റെ ദൈവത്തിന് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവൻ നയിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, കർത്താവെ, റഷ് ചെയ്യാൻ ബിസിയായി പോവാൻ ഒന്നും സമ്മതിക്കാതെ കർത്താവെ റെസ്റ്റ് ചെയ്ത് ഞങ്ങളെ ഏൽപ്പിച്ച ജോലികൾ, ഞങ്ങളുടെ കടമകൾ, ഞങ്ങളുടെ കടപ്പാടുകൾ നല്ലവണ്ണം ചെയ്യുവാൻ തക്കുന്ന ആവശ്യമാകുന്ന സ്വർഗീയ കൃപ തന്ന് നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രേശ്വരൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.